Hi everyone, welcome to I Just React and Review. My name is Ashwata and I hope you all are doing well. And yes, today I will be reacting to both the episode 7 and episode 8 of the Scoot series by Correct Flick. And this is gonna be, of course, the last reaction episode of the Scoot series, and I wanted to react to both the episodes together because there are so many movies also that I've watched whose reviews I want to share. So after this, of course, I'll go back to my reviews as well because there are many movies whose reviews are pending that I definitely want to share with you guys. So yes, this is going to be a very long video, I am guessing, because looking at the length of both the videos, this is going to be, and my thoughts, it's going to be probably an hour long. So sit back and relax. I am of course going to share the timestamps for both the reactions so you can watch this video at one go or go to your favorite episode reaction. And all of you have hyped me up so much for the finale, so I definitely don't want to wait and want to react to both the episodes back to back. So without any further delay, let's react to first episode 7 and then of course finale. Alright, here with the penultimate episode, I have my coffee ready with me so I can just sit back, relax and have fun watching the series. Oh my god, subtitles. Alright, let us start episode 7. Here we go. I hope, I'm sorry, before I start, I hope all of you are doing well, safe. There's so much spread of COVID, and I just want to urge everybody to stay safe and wear your masks and everything and don't go out, because believe me, it's the scenario in my family also. So many people from my family have been tested positive, so literally my mood has been extremely bad and very gloomy. So yeah, I just want to say I hope all of you are doing well. So let's get my mind off things also by doing this. All right. എന്ത് പറ്റിയേട്ടാ? നമ്മൾ താഴോട്ട് വരാം. ഇല്ല, ഇപ്പൊ തന്നെ വരാം. ശരി, ഓക്കെ. എടാ സഞ്ജു, നീ എന്താ ഈ പൂൾ സൈഡില്? എടാ ആ അസോസിയേഷൻ സെക്രട്ടറി വിളിച്ച പെട്ടെന്ന് താഴെ ചെല്ലാൻ പറഞ്ഞു. എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന്. എന്ത് പ്രശ്നം? ഈ എനിക്ക് എങ്ങനെ അറിയാം? ഇവിടെ നിന്ന് വെള്ളം അടിച്ച സീനായി കാണും. കണ്ടി ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾ താഴെ പോയിട്ട് വരാം. സുല്ല, അവന്മാരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. സാറേ, ഞാൻ സംസാരിച്ചോ. എടോ, നിങ്ങൾ ഇന്നലെ രാത്രി ഇത് എവിടെ ആയിരുന്നു? എത്ര തവണ ഞാൻ ഫോണിൽ വിളിച്ചെന്നറിയോ? ഞാൻ വിളിച്ചാ കുറെ തവണ. വിളിച്ചാൽ തിരിച്ചു വിളിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. അല്ല ചേട്ടാ, നമ്മള് ടെറസിലായിരുന്നു. ഫോൺ സൈലന്റ് കേട്ടില്ല. എന്താ പ്രശ്നം? എന്താ? അപ്പൊ ഇവന്മാരാണ് മറ്റേ ടെറസിൽ നിന്ന് വെള്ളം അടിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞില്ല, മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ബിവറേജിന്റെ സ്റ്റിക്കർ കിട്ടിയാരും. സാറേ, അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എടോ, നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റുള്ള ഡഗ്ലസിന്റെ ഫ്ലാറ്റിൽ കയറി ഇന്നലെ വൈകുന്നേരം ആരെങ്കിലും ഉപദ്രവിച്ചു. അയാളുടെ സ്വഭാവം തന്നെ പറയണ്ടല്ലോ, തനി വട്ടൻ. അയാൾ അവിടുന്ന് വയലിലെടുത്ത് അവന്മാരുടെ തലയെ കടിച്ചു പൊട്ടിച്ചു. അവന്മാരിറങ്ങി ഓടി, അയാളും പുറകെ ഓടി. എന്നിട്ട് അയാൾ രാത്രി തിരിച്ചു വന്ന് നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡോറിലിട്ട് അടിയും ബഹളവും ചീത്ത വിളിയൊക്കെയായിരുന്നു. നമ്മൾ തിരക്കിയെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്ത് ചെയ്ത ഒരു പയ്യന്റെ ബൈക്ക് ചവിട്ടിയിട്ടേന്ന് ചോദിക്കാൻ വന്ന ആളുകളാണ് ഫ്ലാറ്റ് മാറി കയറി അയാളെ ഉപദ്രവിച്ചതെന്നാണ്. അയാളിപ്പം പോലീസ് കേസ് പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കിട്ടിയ പറ്റത്തോളം പറഞ്ഞ് നടക്കുക. ഇന്ന് രാവിലെ അയാൾ അവിടെ കിടന്ന് വേളുമായിരുന്നു. പിന്നെ നിങ്ങളെ കാണാത്തതുകൊണ്ട് നിങ്ങളുടെ ബൈക്കിന്റെ ടയറും കുത്തിപ്പൊട്ടിച്ച് എങ്ങോട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. എടോ, ഡഗ്ലസിനോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ പറ്റത്തില്ല. അത് അയാളുടെ ഫ്ലാറ്റാ. മാത്രമല്ല, നിങ്ങൾ ഇനി ഇവിടെ താമസിച്ചാൽ ശരിയാവും. അത് നിങ്ങൾക്ക് റിസ്ക് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണം, അല്ലെ പോലീസിനെ ഞങ്ങൾ വിളിക്കും. ഇവിടെ മാനം മര്യാദയായിട്ട് ഫാമിലിയൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റ് ആയത്. ഈ വകാലമ്പൊന്നും ഇവിടെ പറ്റത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞേക്കണ്ട, ബാച്ചിലേഴ്സിനെ പിടിച്ച് ഇവിടെ താമസിപ്പിക്കരുത്. മോൻ സാറേ, എടോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല, ആ പേര് പറഞ്ഞ ഓരോരുത്തമാർ എന്റെ ഫ്ലാറ്റിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ നിങ്ങളുടെ ഓണറെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അയാളാണ് പറഞ്ഞത് അയാൾ 2 പേർക്കാണ് ഈ ഫ്ലാറ്റ് വാടക കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അയാൾ അറിയാതെ ഉമ്മാർ 3ാമത് ഒരുത്തനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരിക്കുക. അയാൾ പറഞ്ഞു 3നെ ഇറക്കി വിട്ടോണം. എടോ, ആ ഡഗ്ലസ് തിരിച്ചു വന്ന് സീൻ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോകണം പ്ലീസ്. 2 പേരോ? ആ 3ാമത്തെ വിളിച്ചോണ്ട് പോകണം? അതെ, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അവൻ എൻ്റെ വീട്ടിൽ വന്ന് ഭാര്യയോട് ഉള്ളി ചോദിച്ചിരിക്കുന്നു. അവന് മുട്ട പൊരിക്കുക. Got a bike? ചേട്ടാ 5 മിനിറ്റ്. Oh, acha, they moved. എടാ, അടിപൊളി ഓഫീസാണല്ലോ നിങ്ങടെ. താഴെ ഇറങ്ങടാ. അവൻ്റെ തുമ്മച്ചാല്. ചേച്ചി, നമ്മൾ താഴെ ഉണ്ട്. ഇല്ല ചേച്ചി, ഇങ്ങോട്ട് വന്നാൽ മതി. ശരി.
ഇങ്ങോട്ട് വരും. Oh, that is sad. അയ്യോ റെയിന വരണം. ടയർ മൊത്തം കാറ്റാണല്ലോ. കണ്ട് വന്നുണ്ട്. നിങ്ങളെന്താ ഈ ഡ്രസ്സില് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എവിടെ പോവാ? അത് ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഫ്ലാറ്റ് മാറേണ്ടി വന്നു. അതെ, രാവിലെ എണീറ്റപ്പോൾ തന്നെ വേറൊരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ഒത്തു കിട്ടി. അപ്പൊ അങ്ങോട്ട് മാറാൻ നിങ്ങളുടെ എൻക്വയറി ഒക്കെ എന്തായി? എൻക്വയറി നടക്കുന്നുണ്ടായിരിക്കും. നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. പിന്നെ റെയ്ന മലയാളം അറിയില്ലെന്ന് വെറുതെ പറഞ്ഞാലേ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് മലയാളം അറിയില്ലെന്ന്. നിങ്ങൾ അസ്യൂം ചെയ്തല്ലേ? പിന്നെ ഒരു രസത്തിന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നല്ല രസമായിരുന്നു. എനിവേ ഐ എം ഗോയിങ് ബാക്ക് ടു മുംബൈ ഇൻ 2 days. ഇനിയിപ്പോ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ മുംബൈ തിരിച്ചു പോവാണ്. ഇനി വരുമ്പോൾ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ചില്ല് ചെയ്യാം. ഓക്കെ, സോ ആന്റണി, കീപ് ഇൻ ടച്ച്. ഐഷ്, catch you soon. കാണാം. ബൈ. ആരത്? റെയ്ന, ഞങ്ങളുടെ കൊളീഗാണ്. ഇതാ ഞാൻ പറഞ്ഞ ഐ ടി ജോലിക്ക് പോയാൽ മതിയായിരുന്നു. എൻ്റെ ഒക്കെ കൊളീഗിനെ കണ്ടോ? വെയിലത്ത് ബാഗും തൂക്കി നടന്ന് ഒടിഞ്ഞ് തൂങ്ങി. ഇവിടെ ആളെടുക്കണ്ട. അപ്പുറത്തെ കാണാൻ പോയി അന്വേഷിക്കും. ചിലപ്പോൾ എടുക്കും. ചെല്ലേ. ഇതെന്താടാ ഈ വേഷത്തില്? അല്ല, നിന്നേക്ക് ഇതിനെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കി? ചേച്ചി അതൊക്കെ പറയാം, കുറച്ചധികം പ്രശ്നമുണ്ട്. തുണി മാറ്റാൻ സമയം കിട്ടിയിട്ട് താക്കോല അവിടെ. ഇത് തറവാട് വീടിന്റെ താക്കോലല്ല, അത് ഫാമിലി പ്രോപ്പർട്ടി. ഒരു കേസിലൊക്കെ പെട്ട് കിടക്കുക. ഔട്ട് ഹൗസിന്റെ കീയാ. നിങ്ങൾക്കൊരു സ്ഥലം ആവണ വരെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാമോ? അഡ്ജസ്റ്റ് ചെയ്യാമോ? അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ചേച്ചിയെ താക്കോലിങ്ങനെ. പിന്നെ നിന്നെയൊക്കെ അന്വേഷിച്ച ഒരാൾ വന്നു. I swear I love this woman. Like her character is amazing. She's so helpful, man. Who's this helpful അങ്ങനെന്തോ പറഞ്ഞു. in today's world? എന്നിട്ട് എന്ത് പ്രശ്നമാണ് നീക്ക് ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ചേച്ചി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പൊ ഇവിടെ നിന്നാ ശരിയാവില്ല. അല്ല, അതാരാ? അത് വേറൊരു പ്രശ്നം. അത് പിന്നെ പറഞ്ഞുതരാം. അതെ, പിന്നെ നമ്മൾ കുറച്ച് ദിവസം ലീവ് ആയിരിക്കും കേട്ടോ. അതെങ്ങനെയാ? അതങ്ങനെ. ചേട്ടാ, സീന വണ്ടി എടുത്തോ. മാനത്തെ പറവകളെ പോലെ നാം So മുന്നോട്ട് intrigued who the neighbor is. ദിശയില്ല I have a guess. I have 2 guesses, but I'm not gonna say who the neighbor is. Let's see if my guesses are correct. സഞ്ചാരം അങ്ങോട്ട് ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാക്കാൻ മോഹിച്ച് കാലത്തെ കണ്ണ് ചിമ്മിയപ്പോ ചിന്തയോ ഫീസ് കണ്ടങ്ങിട്ടുണർന്ന് കമ്പ്യൂട്ടറും തുറന്ന് അനന്തമായ പണിയുമെടുത്ത് മനുഷ്യ ഇത് കോപ്പറേറ്റ് തിടുക്കത്തിൽ വന്ന മെയിലുകളോ കണ്ടമാനം മാനേജറോ കലിമ്പ് ഭാരം കൂടി കഷ്ടപ്പാടും പ്രമോഷൻ സ്വപ്നം കണ്ട് ഓടി ഞങ്ങൾ മുന്നിലോട്ട് രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നു വീട്ട് സ്കൂട്ട് മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്. Shani Uday Abharam. Okay. എടാ, നിങ്ങളാ പെണ്ണെടുത്ത് ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ലക്ഷറി റിസോർട്ടാണല്ലോടാ. എന്തായാലും എനിക്ക് സൗകര്യം. ഇവിടെ അടുത്തെൻ്റെ ഓഫീസ്. ഹലോ, ഇതല്ല അത്. അങ്ങോട്ട് അതും കൂടെ എടുത്തോണ്ട് വാടാ. Talk about running out of luck, huh? That's sad. I really hope they get the plot. ആ മരം കൊത്തി വിളിക്കണ്ടല്ലോ. ഹലോ. എടാ, നീയൊക്കെ കടപ്പത്തെ പിള്ളേരായിട്ട് എന്താണ് പ്രശ്നം? അവന്മാര് നിങ്ങളുടെ ഫ്ലാറ്റിൽ കയറി നീയെ കൂടി അവന്മാരെ പഞ്ഞിക്കിട്ടെന്നാ കേൾക്കണ്ടല്ലോ. എടാ, നമ്മളൊന്നും അല്ല ആളെ തല്ലിയത്. എടാ, മിനിഞ്ഞാന്ന് അവന്മാരുടെ കൂട്ടത്തിൽ ഒരു പയ്യനായിട്ട് നമ്മളൊരു ഇഷ്യൂ ഉണ്ടായി. ഇവന്മാരിത് ചോദിക്കാൻ വന്നിട്ട് ഫ്ലാറ്റ് മാറി കയറി വേറൊരാളുടെ അടി മേടിച്ചാണ്. സ്പീക്കർ. എടാ, അവന്മാര് ചെറിയ പിള്ളേരെ നോക്കണ്ടട്ടാ, പക്കാ ക്രിമിനൽസ് ആണ്. ആരുടെ മെക്കിട്ട് കയറണോ നോക്കി അടക്കണവന്മാരാണ്. എടാ, ഇത് സീൻ കയ്യിൽ നിന്ന് പോവോ? എന്തായാലും കുറച്ചു കാലത്തേക്ക് അവന്മാരുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാത്തിനും നല്ല കീറി കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലാണ്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ ചെറിയൊരു പണി വരാൻ സാധ്യതയുണ്ട് കേട്ടാ. എടാ, നമുക്കെന്നാ അവന്മാരോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ, ഒരു കോംപ്രമൈസ്. എടാ, അവന്മാരോടും അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലടാ സഞ്ജു. പിന്നെ ആയിക്കൂടെ ഒരു ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ സ്വഭാവം വെച്ച് ആ തല്ലിയവന്റെ പുറകെ അങ്ങോട്ട് പോയിക്കോളും. നിങ്ങളായിട്ട് അങ്ങോട്ട് വിളിച്ചൊരു പണി മേടിക്കാൻ നിൽക്കണ്ട, മനസ്സിലായ? എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടാ. എന്ത് ചെയ്യാൻ? മനുഷ്യന്റെ ഉള്ള സമാധാനവും പോയി, കയറി കിടക്കാനുള്ള വീടും പോയി. നിനക്കിപ്പോ സമാധാനമല്ലോ. എടാ, കാലത്തന്നെ പെട്ടിയും കിടക്കെടുത്ത് വണ്ടി കയറാൻ പറഞ്ഞപ്പോ ഞാൻ കയറിയതാ. ശരിക്കും എന്താടാ പ്രശ്നം? എന്റെ പൊന്നു സുഹൃത്ത്, ഒരു പ്രശ്നമില്ലോ, ഒന്ന് അങ്ങോട്ട് ചെല്ല്. എന്തിനാ? അവനോട് അറിയട്ടെ, അവനും പെട്ടിരിക്കുമല്ലേ. എടാ, മിനിഞ്ഞാന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇവനൊരു പയ്യന്റെ ബൈക്ക് ചവിട്ടി താഴെയിട്ട്
അത് ചോദിക്കാൻ വന്ന ഒരു ഫ്ലാറ്റ് മാറി ഓപ്പോസിറ്റ് ഫ്ലാറ്റ് കയറി അവിടെയുള്ള ആളുമായിട്ട് അടിയായി. പിന്നെ വഴി കൂടെ പോണ ബൈക്കൊക്കെ ചവിട്ടിയിടാൻ എനിക്ക് പ്രാന്താണല്ലോ. എടാ പറയുമ്പോൾ മുഴുവനും പറയടാ. എടാ മിനിഞ്ഞാന്ന് ഞങ്ങൾ സിഗ്നലിരിക്കുമ്പോഴേ ഈ പയ്യന്റെ വണ്ടി വന്ന് ഇവന്റെ വണ്ടിയിലും തട്ടി. ഇവനത് വിട്ടാൽ മതിയായിരുന്നു. ഇവൻ അവനോട് ചൂടായി. അവൻ തിരിച്ചെന്തോ തെറി പറഞ്ഞു. അത് അവന്റെ ക്വാളിറ്റി. ഇവൻ പുറകെ വെച്ച് പിടിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വേണ്ടെന്ന്. നീ ഈ വഴി കൂടെ പോണവരൊക്കെ നന്നാക്കാൻ നടക്കണം എന്തിനാ? ഇതിന്റെ ഇടയിൽ ഇയാൾ വന്ന് എന്തിനാ ബൈക്ക് ചവിട്ടിയിട്ടത്? എടാ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. എന്റെ ടെമ്പർ ഏറ്റ് ഞാൻ ഒറ്റ ചവിട്ടം കൊടുത്തു. നിന്റെ ടെമ്പർ തെറ്റിയത് എപ്പോഴാന്നൊക്കെ എനിക്കറിയാം. എടാ രാവിലെ ഇന്ന് ഓഫീസിൽ വെച്ച് കണ്ട പെണ്ണില്ലേ റെയ്ന, അവളെ കാണിക്കാനുള്ള ഷോ ആയിരുന്നത്. That's true. വിളിച്ചപ്പോ കാശം കൊടുക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. Yeah. ഏതോമാര് എന്ത് കാശ്? എടാ നീ ചവിട്ടിയിട്ട ബൈക്കിന്റെ ടാങ്ക് ചളങ്ങി ഹെഡ്ലൈറ്റ് പൊട്ടി നന്നാക്കാൻ 20,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 20,000 രൂപ? ഒറ്റ ചവിട്ടിന് എത്ര നഷ്ടം പറഞ്ഞു? ഞാൻ രജനീകാന്ത. പ്ലോട്ടിന് സംസാരത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് കോളോട്ട് കാര്യമായിട്ട് എടുത്തൂല്ല. അങ്ങനൊന്നും പറയണ്ടായിരുന്നു. നീ എന്താ അവനോട് പറഞ്ഞു? എടാ അവന്മാർ കാശ് തരാൻ പറഞ്ഞു. തന്നില്ലെങ്കിൽ അവർക്ക് മേടിക്കാറിയെന്ന് പറഞ്ഞു. എന്നാ പിന്നെ മേടിച്ചോളാം ഞാൻ പറഞ്ഞു. അത് പറ. അപ്പൊ അതാണ് വിഷയക്കണത്. നീ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്? പിന്നെ ഞാൻ എങ്ങനെ പറയണമായിരുന്നു? പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ട് നമുക്ക് വരാൻ I was thinking you will say about the account അടി transfer. വഴി മാറി വേറെ വഴിക്ക് പോയി. ഇനി കാശൂടെ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നെങ്കിൽ അവന്മാർ കറക്റ്റായിട്ട് സ്കെച്ചിട്ട് നമുക്കിട്ട് തന്നെ വന്ന് അടിച്ചേനെ. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താ അറിയോ? നമ്മളെ തല്ലാൻ വരുന്നവനെയും കൊല്ലാൻ വരുന്ന ഒന്നിനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും സൂക്ഷിച്ചിട്ട് കാര്യമില്ല. ഫ്രണ്ടിൽ വന്നേക്കണോ, തല്ലാൻ വന്നാണോ, രക്ഷിക്കാൻ വന്നാണോ എന്ന് മനസ്സിലാവില്ല. അതെ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങളോട് നടന്നാ എനിക്കും തല്ല് കിട്ടുമോ? അത് കിട്ടും. For sure. കിട്ടും. സ്വന്തം കാലിൽ നിൽക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു കാല് പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് തോന്നണേ. എന്നാ നീ എങ്ങോടെങ്കിലും പൊക്കോ, നീ എങ്കിലും രക്ഷപ്പെടും. ഞാൻ എവിടേക്ക് പോകാനാ? എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കും. ഞാൻ പോയിട്ട് ഇന്നലെ അലക്കി വെച്ച് തുണിയുണ്ട്, അത് വിരിച്ചിട്ട് വരാം. കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ആര് പിഴിഞ്ഞ് വിരിച്ചു തരാം? ഒരു പ്രശ്നത്തിന് സ്കൂട്ടാകുമ്പോൾ അടുത്ത പ്രശ്നം, അധികം സ്കൂട്ടാകുമ്പോൾ അടുത്ത പ്രശ്നം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ എന്തോ വരാൻ പോകുന്നത്? I hope something good. എന്റെ അപ്പൊ നീ ഇങ്ങനെ ഇടുന്ന ടെൻഷൻ അടിക്കില്ലേ? എടാ മരം കുത്തി പറഞ്ഞ നീ കേട്ടല്ലേ? എടാ ഇനി ബാക്കി അയാളും അവന്മാരും തമ്മിൽ ആയിക്കോളും. എടാ ഒന്നും ഓർത്ത നമ്മൾ ഇവിടെ ഭയങ്കര സേഫ് ആണ്. ഒരാളും ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാൻ പോണില്ല. എടാ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ബിസിനസിന്റെ പരിപാടി നോക്കാം. അത് ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കല്ലേ. എടാ ഈ പാൽപ്പൊടി എങ്ങനെയാ തീരുന്നത്? കഴിഞ്ഞ ദിവസം മേടിച്ചു വെച്ചോ? ഞാനൊന്നും എടുത്തില്ല നിന്റെ പാൽപ്പൊടി. നീ തന്നെ ചായ ഇട്ട് കുടിച്ച് തീർത്തായിരിക്കും. ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഫ്ലാറ്റിൽ ചായ കുടിച്ചിട്ടില്ല. ഞാനും എടുത്തിട്ടുള്ള നീ എടുത്തുള്ള. പിന്നെ ആരെടുത്ത്? Oh no. Sanju is so naughty, man. അവനെ ഉപദ്രവിക്കണ്ടോ? നീയാണ് അപ്പ. ഷർട്ട് അതെന്റെ ഷഡ്ഡിയാ. നീ എന്തിനാണ് ഞാൻ നനച്ചു വെച്ച തുണിയൊക്കെ വിരിച്ചിരുന്നത്? അത് പിന്നെ ഇന്നലെ നനച്ച ഷർട്ടായതുകൊണ്ട് നാരണ വെച്ചിട്ടൊരു സഹായം. അങ്ങനെ നിന്റെ കൂറ ഷർട്ട് വിരിച്ചിട്ടുള്ള സഹായം ഒന്നും വേണ്ട. ഇനി ഞാൻ ആ ഷർട്ടിൽ തൊടൂല. മര്യാദയ്ക്ക് കഴി തന്നോ? My God, Anthony, relax. Poor guy. ഓട്ടടാ പാവം. ഒന്നിനും നമ്മുടെ പാർട്ട്ണർ ആവാൻ പോണല്ലേ. പാർട്ട്ണർ ആര്? അവൻ ഇന്നലെ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് അവനെ പാർട്ട്ണർ ആക്കാന്ന് പറഞ്ഞൊക്കെ മറന്നുപോയാ? അവനെ ബിസിനസ് പാർട്ട്ണർ. എന്നിട്ട് വേണം വന്ന് നമ്മുടെ ടർഫിൽ മൊത്തം ഷർട്ട് വിരിച്ചിടാൻ. നീ എന്തൊക്കെ പിച്ചുമ്പേടേ പറയണത്? എടാ സംഭവം നീ മറന്നുപോയതാണ്. ഇതാണ് ഈ ഓവറായിട്ട് വെള്ളം അടിച്ചാലുള്ള കുഴപ്പം. അപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതൊന്നും ഓർമ്മയില്ല. എടാ പോടാ അവിടുന്ന്. അവനെ ഞാൻ ഉമ്മ വെച്ചെന്ന്. ഇതാണ് ഓവറായിട്ട് വെള്ളം അടിച്ചുള്ള പ്രശ്നം. നടക്കാത്തൊക്കെ നടന്നായിട്ട് തോന്നും. നീ കുറച്ച് വെള്ളം അടി കുറയ്ക്കുന്നത് നല്ലതാ. ഈ കപ്പാസിറ്റി ഇല്ലാത്ത മരുന്ന് മദ്യപിക്കാൻ പോരുത്. എടാ കണ്ടി, നീ ഫണ്ടിന്റെ കാര്യം ഒന്ന് വീട്ടിൽ വിളിച്ച് സെറ്റാക്കണം. നമുക്ക് പരിപാടി തുടങ്ങാനുള്ള. ഫണ്ടാ? ഏത് ഫണ്ട്? എടാ ഇന്നലെ നീ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാ പാർട്ട്ണർ ആവാന്നൊക്കെ പറഞ്ഞിട്ട്. 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒന്ന് പോടാ. എന്റെ പറഞ്ഞ കാശ്. എടാ നിന്റെ അപ്പം ഭയങ്കര പാവമാണ്. നീ ചോദിച്ചാൽ തരൂന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്റെ അപ്പം പാവം ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പോയി പുള്ളിയോട് 15 ലക്ഷം രൂപ ചോദിച്ചാൽ പുള്ളി 5 ലക്ഷത്തിന് കൊട്ടേഷൻ കൊടുത്ത് തന്നെ കൊന്നിട്ട് 10 ലക്ഷം പുള്ളി ലാഭിക്കും. എനിക്ക് ചിലപ്പോൾ കള്ളു കുടിച്ചിട്ട് തോന്നിയായിരിക്കും. നശിച്ച കള്ളൂടി നിർത്താം. ഇതെന്താ? നമ്മുടെ ടർഫ് തുടങ്ങാനുള്ള പ്ലാൻ. നീ പറഞ്ഞാൽ ശരിയാ. നമുക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ആലോചിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ ടർഫിന്റെ കാര്യങ്ങൾ ഓണാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ പ്ലാൻ. ലെവൽ 1 ലോൺ അപ്രൂവൽ, ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാക്കി എടുക്കുന്നു. ലെവൽ 2 ഡോക്യുമെന്റേഷൻ, കാശ് കൊണ്ട് രതീഷ് സാറിനെ കൊടുക്കുന്നു, ലാൻഡിന്റെ ലീസ് അഗ്രിമെന്റ് ആയിരിക്കുന്നു. ലെവൽ 3 കൺസ്ട്രക്ഷൻ, ടർഫിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയെ പോയി മീറ്റ് ചെയ്യുന്നു, ആർക്കിടെക്റ്റിനെ കൊണ്ട് പ്ലാൻ വരയ്ക്കുന്നു, കൺസ്ട്രക്ഷൻ ചെയ്യിക്കുന്നു. ആൻഡ് ഫൈനൽ ലെവൽ ഇനോഗ്രേഷൻ, കൺസ്ട്രക്ഷൻ തീർത്ത് ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള 100 ദിവസം. ഇന്ന് ഡേ 1. ഓരോ ദിവസം കഴിയുന്തോറും നമ്മളിവിടെ ഓരോ ഡേ മാർക്ക് ചെയ്ത് ഓരോ ലെവൽ തീർക്കുന്നതനുസരിച്ച് ഓരോ ലെവലിൽ ചെക്ക് ചെയ്ത് പോകും. കൃത്യം 100-ാം ദിവസം നമ്മൾ നമ്മുടെ ടർഫ് കളിക്കളം. See, now I like this about Anthony. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്തായാലും വെള്ളം നിർത്താൻ തീരുമാനിച്ചു. അല്ലെ നിർത്തണ്ട, കുറച്ചാൽ മതി. Sanju and Anthony's
you know, character, they complement each other well. Nice. I am so happy. Something good has happened. So in 3 months, more than 3 months basically, those gundas have not really shown up. They're still in the hospital. Oh, he was dreaming? എണീക്കടാ. ഈ സാധനം ഇവിടെ വരച്ചു വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. Yeah, it's not that easy also. ഇതുവരെ നമ്മൾ ഒരു പരിപാടി He was dreaming. എടാ രതീഷ് സാറിന് കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഇന്നെങ്കിലും കൊടുത്തില്ല, ആ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുക്കും, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകും. എടാ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. ബാങ്കിൽ നിന്ന് ആ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പൈസ കൊടുക്കാം. പക്ഷെ ആ മാനേജർ അത് അപ്രൂവ് ചെയ്യാതെ എവിടെ വെക്കേഷൻ പോയി കിടക്കുമല്ലേ. പക്ഷെ അയാൾ ഇന്ന് എത്തുന്നല്ലേ പറഞ്ഞേ. നീ ഒന്ന് ചേച്ചിയെ വിളിച്ചു നോക്കി. നമ്മൾ ഓഫീസിലോട്ട് വരുമോന്ന് പറ. അയാളെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക, അല്ലാണ്ട് നടക്കൂല. എന്നിട്ട് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഹലോ ചേച്ചി, അയാൾ വന്നായിരുന്നോ? ഇല്ലടാ, ഇതുവരെ അയാൾ ഓഫീസിൽ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നും ലീവാണെന്നാ. പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിയും കൂടെ കണ്ടോട്ടോ. വേറെ ഇപ്പൊ എന്ത്? കുറച്ച് പൈസയൊക്കെയാണ് ആവശ്യമെങ്കിൽ എന്റെ കയ്യിലുണ്ട്, ഞാനത് തരാം. ഇല്ല, അത് വേണ്ട ചേച്ചി, അത് കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്തോളാം. ശരി എന്നാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിളിക്കാം. ശരി എന്നാ. ഓക്കെ. ശരി. എന്താടാ പൈസ കാര്യം? ഇവിടെ ലോണിൻ്റെ കാര്യം നടക്കുമെന്ന് തോന്നണില്ല. ആ ബോസ് തേണ്ടിയിട്ട് വലിപ്പിച്ചോണ്ടിരിക്കുക. വേറെ എന്ത് ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. പൈസ പെട്ടെന്ന് കൊടുത്തോട്ടെ. ഈ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ രതീഷ് സാർ ഭയങ്കര സ്ട്രിക്റ്റാ. എടാ എന്ത് നോക്കൊണ്ടിരിക്കുക, വാ പോവാ. എടാ ഓഫീസിലോട്ട് പോയിട്ട് കാര്യമില്ല, അയാൾ ഇന്ന് ലീവാ. I think he is in office. The boss is in office. നീ അയാളെ വിളിച്ച് 2 ദിവസം കഴിഞ്ഞ് പൈസ തരാന്ന് പറ. എടാ എത്രന്ന് വെച്ചാൽ അയാളോട് അവധി പറയണ. എടാ വേറെ എന്തോ ചെയ്യാനാ, നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഹലോ ഹലോ, ഞാൻ സഞ്ജു ആണ് സാർ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. പിന്നെ അഡ്വാൻസ് പോയിട്ട് 4 മണിക്കുള്ളിൽ എൻ്റെ ഓഫീസിൽ എത്തിക്കണേ, അതും ക്യാഷ് ആയിട്ട്. 4 മണിക്ക് മുമ്പ് എത്തിക്കാം സാർ, ക്യാഷ് ആയിട്ട് തന്നെ എത്തിക്കാം സാർ. പക്ഷേ 2 ദിവസം താമസം ഉണ്ടാവും സാർ. ഓക്കെ. ഇനിയും 2 ദിവസവും ഒരാഴ്ചക്കുള്ളിൽ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. എന്നിട്ട് ഞാനൊന്നും പറയാഞ്ഞത് എന്റെ മാന്യത കൊണ്ട്. ഇനി ഒഴിവ് പറയാനാണ് പ്ലാൻ എങ്കിൽ ആ സ്ഥലം അങ്ങ് മറന്നേക്ക്. ഈ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആൾക്കാരായിട്ട് ഒരു ഡീലിങ്സിനും എനിക്ക് താല്പര്യമില്ല. ഇല്ല സാർ, നമ്മൾ തന്നെ എടുത്തോളാം സാർ. ഇന്ന് തന്നെ എത്തിക്കാം സാർ പൈസ. ആ എത്തിച്ചാ കൊള്ളാം. മാക്സിമം 7 മണി അതിനുള്ളിൽ പറഞ്ഞ ക്യാഷ് എന്റെ ഓഫീസിൽ എത്തണം. ഞാൻ വേറെ ആളെ How was the arrange? നമ്മളോട് അതെ ചിരിച്ചു കഴിഞ്ഞ സമയം ഉണ്ടെങ്കിലേ ആ പറഞ്ഞ ജോലി അങ്ങ് ചെയ്തേക്ക്. അവൻ്റെ കേണി എങ്ങനെ കൊടുക്കാനാ? എനിക്കറിയില്ല, നീ കേട്ടല്ലേ അയാൾ പറഞ്ഞ. ഇന്നും കൂടെ പൈസ കൊടുത്തില്ല സ്ഥലം പോവും. സാറിനെ വിളിച്ചിട്ട് എന്തായടാ? അത് നടപടിയാവൂല. അതിന് വാക്ക് മാറ്റി പറഞ്ഞ സാറിന് തീരെ ഇഷ്ടമല്ല. ഇനിയിപ്പോ പൈസക്ക് എന്ത് ചെയ്യും? അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ ചേച്ചിയോട് ഇത്തിരി പൈസ കടം ചോദിച്ചൂടെ? ചേച്ചിയോടൊന്നും ചോദിക്കാൻ പറ്റൂലടാ, പുള്ളിക്കാരിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രശ്നം ഇപ്പൊ നമുക്കില്ലേ. നമുക്ക് നമ്മുടെ ബൈക്ക് വിറ്റാലോ? ബൈക്ക് വിറ്റിട്ട് എന്താവാനാ? ബൈക്ക് വിറ്റിട്ട് എടാ ഈ പറമ്പിൽ 3 ഈട്ടി ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആരുണ്ട് അതങ്ങ് വെട്ടി വിറ്റാലോ? At least Shyam, even though ridiculous ideas, at least Shyam is coming up with solutions. He's solution driven guy. അടിപൊളി ഐഡിയ ഉണ്ട്. നമുക്ക് ഈ തറവാണ്ട തറ മതി നോക്കിയാലോ? വല്ല നിധിയും കിട്ടാലോ? അല്ല അങ്ങനെ ഇട്ട് ചരിത്രണ്ട്. എടാ പൈസക്ക് ഇനി എന്ത്? എനിക്ക് ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കണം. എടാ നമ്മുടെ ബാല പണയം വെച്ചാലോ? എടാ നമ്മുടെ ആകെയുള്ള സാധനം അതാ. സ്ഥലത്തിന് പോലും അഡ്വാൻസ് കൊടുക്കാൻ പറ്റില്ല. ഇനി ടേഫ് പണിയുണ്ട്. അപ്പത്തേക്കും കാശിന് ഒരുപാട് ആവശ്യം വരും. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കും.
നമുക്ക് വീട്ടിലൊന്നും ചോദിച്ചു നോക്കിയല്ലോ. നിന്റെ വീട്ടിൽ ചോദിച്ചാൽ കിട്ടുമോ? എടാ എന്റെ വീട്ടിൽ ചോദിച്ചിട്ട് എന്താ കാര്യം? എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ നിനക്ക് അറിയണല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ ചോദിക്കണ കാര്യം പറഞ്ഞു. ആരപ്പനോടോ? നീ കാര്യമായിട്ട് പറഞ്ഞാണ്? അത് വേണ്ട. എടാ ഒന്നിനും പുള്ളി നിന്റെ മോനല്ലേ, നീ പുള്ളിയുടെ അപ്പനല്ലേ, ചോദിച്ച തരൂടാ. അതൊന്നും ശരിയാവില്ല, ഞാൻ ചോദിക്കൂല. നീ ചോദിക്കണ്ട, അല്ലെങ്കിൽ നീ ചോദിച്ചാൽ ശരിയാവില്ല. നിനക്ക് ഈ ആൾക്കാരോട് സംസാരിക്കാൻ അറിയാൻ പാടില്ല. നീ അങ്കിളിനെ വിളിക്കും, ഞാൻ സംസാരിക്കാം. എന്റെ നമ്പറിൽ നിന്ന് വിളിക്കണ്ട. ഡൈലി ഇതിനൊക്കെ ഒരു രീതി ഉണ്ട്, എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് മതി. എടാ ആ ഇഞ്ചക്ടർ ചെക്ക് ചെയ്യണം, ഡീസൽ ഫിൽറ്റർ മാറണം, വൈകുന്നേരം കൊടുക്കാനുള്ള വണ്ടിയാ. ഹലോ അങ്കിൾ, ഞാൻ സഞ്ജു ആണ്, സഞ്ജയ് പ്രകാശ്. ആരാ? ഞാൻ ആന്റണിയുടെ ഫ്രണ്ടാണ്. ഞാൻ ഒരിക്കൽ ലഡുവും ജിലേബിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിരുന്നു, ഓർമ്മയില്ല? അതിന് അങ്കിൾ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അങ്കിളിനെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ക്യാഷിന് കുറച്ച് ടൈറ്റ് വന്നു. അപ്പോൾ ആന്റണി പറഞ്ഞു അങ്കിളിനെ വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരുമെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. ടെൻഷൻ കാരണം കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലേ അവനോട് എന്നെ വിളിച്ചു ചോദിക്കാൻ പറ. അവൻ വിളിച്ച അങ്കിൾ തരുമോ? അല്ല, അപ്പൊ എനിക്ക് അവനോട് നേരിട്ട് പറയാലോ തരൂലെന്ന്. ഒരു സുഖം. അങ്കിൾ ഒരു യെസ് പറഞ്ഞാൽ ഇന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നോയാണ് പറയുന്നെങ്കിൽ അങ്കിളുടെ മോന്റെ ജീവിതം ആ കൂടെയുള്ള പിടിവള്ളിയാണ് ഈ ബിസിനസ്. അതും കൂടി ഇല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാ നല്ലത്. അവനോട് പോയി ആത്മഹത്യ ചെയ്തോളാൻ പറ. അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഏതെങ്കിലും കടത്തിന്റെ. Oh, no wonder he has anger management issues, huh, Anthony? Father is talking like this just because he didn't join the business. That's not cool. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, നീ ഒന്ന് ആത്മഹത്യ ചെയ്ത് നോക്ക്. ചിലപ്പോൾ അവൻ രക്ഷപ്പെടുമായിരിക്കും. ഓക്കെ അങ്കിൾ, ശരി അങ്കിൾ. Burn. നല്ല പുഴുങ്ങിയ തന്ത. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നില്ലേ? എടാ സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, സംസാരിക്കാൻ കൊള്ളാവുന്നവരോട് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞത്. അളിയ ഒന്നും ആലോചിക്കാനില്ല, മാല എടുത്ത് പണയം വെക്കാം, ഇതിന് അഡ്വാൻസ് കൊടുക്കാം, ബാക്കി പിന്നെ. എടാ നമ്മുടെ മാല പണയം വെച്ചോണ്ട് മാത്രം തികയില്ലല്ലോ, പിന്നെയും പൈസ വേണ്ട, അതിനെന്ത് ചെയ്യും? എടാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കലടാ, ദൈവം എന്തേലും വഴി കാണിച്ച് തരും. ശനിയുടെ അപഹാരം മാറാൻ പൂജിച്ച് കിട്ടിയതാ. ശനിയുടെ ബഹാരോട് ഉണ്ടായിരുന്ന 10,000 രൂപ കിട്ടിയേനെ. പക്ഷെ സാരമില്ല, നിന്റെ വിശ്വാസം ഞാൻ വ്രണപ്പെടുത്തുന്നില്ല. എന്നാ പിന്നെ ഞാൻ നിങ്ങളോട് വരട്ടെ. ഇതിനകത്ത് ഈ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് മടുത്തു. Technically, he did invest his money, no? പൈസ തികഞ്ഞില്ല, അവന്റെ ശനിയുടെ അപഹാരം എടുത്ത് പണയം വെക്കാലോ. അതൊരു അത്യാവശ്യം നമ്മൾ വ്രണപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. എടാ പെട്ടെന്ന് എടുത്ത് തരുമല്ലോ അല്ലേ? പിന്നെ ലോൺ പാസ്സായി ഉടനെ എടുത്തിട്ടില്ല. ഇതോടെ നിന്റെ ശനിയൊക്കെ മാറി, നീ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. എക്സ്ക്യൂസ് മീ. ഹായ് സർ, വെൽക്കം ടു മുത്തൂറ്റ് ഫിൻകോ. ഹായ്, ഈ സ്വർണം പണയം വെക്കാനായിരുന്നു. അത് ആ സെഷനിലാണ് സർ, ചെന്നാൽ മതി. താങ്ക് യു. താങ്ക്സ് ഉണ്ട് കേട്ടോ. പേരെന്ത്? ഈ ഗോൾഡ് ലോണിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഗോൾഡ് ലോൺ നമ്മൾ 1000 rupees തൊട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിഷ്യലി നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഗോൾഡിന് നമ്മൾ മാക്സിമം വാല്യൂ അഷ്യൂർ ചെയ്യുന്നതാണ്. ഈ പൂജിച്ച സ്വർണത്തിന് എക്സ്ട്രാ പൈസ കിട്ടും? പൂജിച്ചാൽ എക്സ്ട്രാ പൈസ കിട്ടും? ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇല്ല മാം പറഞ്ഞോളൂ. അതുപോലെ നിങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്യാം. നമ്മൾ അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. വേറെയും ഹിഡൻ ചാർജസ് ഒന്നുമില്ല. അല്ല അതിപ്പോ നമ്മളിപ്പോ ഒറ്റ തവണയായിട്ട് അടച്ചു തീർക്കണം? ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് അടയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ പല തവണകളായിട്ട് അടച്ചാൽ മതി. പേയ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആണ്. പല തവണ അടയ്ക്കാം. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ. കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിമിനിഷിംഗ് ബാലൻസിന്റെ ബേസിസിലാണ്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ യു. എമൗണ്ട് നമുക്കിപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ തരുമോ? പോസിബിൾ ആണ്. നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് തരാം. അല്ലെങ്കിൽ നമ്മൾക്കൊരു 24/7 SMS ടോപ്പ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് റിക്വയർമെൻറ്റ് എത്രയാണെന്ന് അതിലേക്ക് SMS അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് തരുന്നതാണ്. കുട്ടിക്കാണോ 24 hour SMS അയക്കണ്ടേ? അല്ല, നമ്മളൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ് ആണെങ്കിൽ ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്വർണം മാം. ഇത് 2 മാല, ഇതൊരു അല്ല ഇതും ഒരു അരയല്ല, ഫുൾ മാല. ഒന്ന് വാല്യൂ നോക്കിയിട്ട് പറയാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി, വെയിറ്റ് ചെയ്യട്ടോ. ഇനി വാ തുറന്ന് നാക്ക് കുറച്ച് ഞാൻ താഴെ കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന പൈസയും കൂടെ കൈയോടെ കൊണ്ട് രതീഷ് സാറിന് കൊടുക്കുക. അയാൾ 7 മണി വരെ ഓഫീസിൽ കാണുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകണില്ല. അത് മതി. ഞാനിപ്പോ ഫീൽഡിലാണെന്നാണോ പറഞ്ഞേക്കണേ?
ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡിൻ്റെ വാല്യൂം ഡീറ്റെയിൽസ് ഒക്കെ അവർ അവിടെ നിന്ന് പറയും. ക്യാഷും നിങ്ങൾ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തോളൂ കേട്ടോ. കൗണ്ടറിലോട്ട് ചെന്നാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. 10 ലക്ഷം. ഇത് മര്യാദ. ഓക്കെ, ഡോക്യുമെന്റ്സ് എല്ലാം മെയിൽ ചെയ്യാം. ലീസ് അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തു. പിന്നെ അറിയാലോ 3 വർഷം. അത് കഴിയുമ്പോൾ ഇത് വാങ്ങിക്കുമല്ലോ അല്ലേ? വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. പിന്നെ അഡ്വാൻസ് അത് വെച്ചോട്ട് ഇങ്ങോട്ട് വരും. ഞാൻ തരത്തില്ല. ഇല്ല സാർ, നമ്മൾ ഉറപ്പായിട്ടും ആണോ? ഒന്നൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഇങ്ങോട്ട് വരെ നമുക്ക് ഒരുമിച്ച് പോയി അഗ്രിമെന്റ് സൈൻ ചെയ്യാം. ശരി സാർ. ഓക്കെ അപ്പോൾ ഓക്കെ. ഓക്കെ സാർ. അല്ല മിസ്റ്റർ, നിങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടല്ലോ എൻ്റെ സ്റ്റാഫ്, അയാളെ നിങ്ങോട്ട് കണ്ടില്ല? ശ്യാം ഫീൽഡിൽ പോയിരിക്കുക സാർ, ലേറ്റ് ആവും പറഞ്ഞു വരാൻ. ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. വെരി ഹാർഡ് വർക്ക്. അതെ ഫുൾ ടൈം ഫീൽഡില്ല. എക്സലന്റ്. ശരി സാർ. ശരി, ഓക്കെ. ഹലോ. എടാ, നാളെ രാവിലെ 9 മണിക്ക് ബോസ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കണ്ടേ പറ്റൂന്ന് അങ്ങേര് പറയണത്. അറിയാലോ, എൻക്വയറി പീരീഡാ, സമയത്തിങ്ങ് വന്നേക്കണം. എന്നത്തെ പോലെ കാണിക്കരുത്. അയ്യോ ചേച്ചി, നാളെ ടർഫിന്റെ കാര്യത്തിന് കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു. എടാ, അതിന് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പൊക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം. പക്ഷെ മീറ്റിങ്ങിന് വരാതിരിക്കരുത്. അറിയാലോ, നിങ്ങളുടെ രണ്ടുപേരും ജോലി പോവും. ശരി ചേച്ചി, വരാം. വരാതിരിക്കരുത് കേട്ടോ. ഇല്ല, ഉറപ്പായിട്ടും വരാം. എന്താടാ, നാളെ ഓഫീസിൽ ചെന്നേ പറ്റുമോ? ബോസിന് നമ്മളെ കാണണമെന്ന്. ചെന്നില്ല ജോലി കളയെന്നൊക്കെ പറയുന്നത്. ഇയാളെ കൊണ്ട് വലിയ ശല്യമില്ല. അപ്പം നാളത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കുറവില്ലേ? പക്ഷെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. കാശിൻ്റെ ആവശ്യമില്ലേ? എങ്ങനെയെങ്കിലും ആ ലോണൊന്ന് അപ്രൂവ് ചെയ്തെടുക്കണം. അതിനാൾ നേരിട്ട് ചെന്ന് കണ്ടാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പോവാം. എന്നൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങൾ മനോരഞ്ജനെ ഏൽപ്പിക്കുക. പുള്ളിയെ കൂടെ വിളിക്കുക, കുറേ ഓടിയല്ലേ, എന്തെങ്കിലും കൊടുക്കാം. പിന്നെ കണ്ടിയെ വിളിച്ചിട്ട് സാറിനെ കൂട്ടി വരാൻ പറയാം. നമുക്ക് രാവിലെ ഓഫീസിൽ നിന്ന് അങ്ങനെ ചെല്ലാം. എന്നാൽ നീ സാറിനൊന്ന് പറഞ്ഞിട്ടോ, ഞാൻ മനോരഞ്ജനെ വിളിച്ച് താഴെ നിൽക്കാം. സർ. യെസ്, കമൻ. കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വിളിപ്പിച്ചത്. 2 വീക്സ് മുമ്പ് സൈബർ ഡേറ്റ സൊല്യൂഷൻസിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ക്ലയൻറ്റിന് പറഞ്ഞ ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റാതെ പോയി. ആൻഡ് താങ്ക്സ് ടു യു ഗൈസ്, യുവർ ടെക് ലോസ് ഇസ് വൺ ആൻഡ് ഓൺലി ക്ലയൻറ്റ്. സാർ ആക്ച്വലി ഞങ്ങളത് ചെയ്താണ് സാർ. ആ ജോൺസ് ആണ് അതൊക്കെ. ഡോണ്ട് ഗിവ് മി ദാറ്റ് സ്റ്റോറി അഗൈൻ. ഈ കമ്പനിയിൽ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ലെന്ന് റൂൾ ഉണ്ടിട്ട് നിങ്ങളത് ചെയ്തെന്നോ? സി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ് ക്രൈം. നിങ്ങളുടെ ഇൻഎഫിഷ്യൻസി മറച്ചു വെക്കാൻ വേണ്ടി പ്രൊഫഷണൽ ജലസിയുടെ പുറത്ത് ജോൺസിനെ ഫ്രെയിം ചെയ്തല്ലോ. സർ, അത് അങ്ങനെയാന്ന് തോന്നുന്നു. ഇന്ദുവിന് അങ്ങനെ പലതും തോന്നും. ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ നോട്ട് ടു കം ടു മീ സപ്പോർട്ടിംഗ് ദീസ് ടു. പലതവണ ഇവർക്ക് വാർണിംഗ്സ് കൊടുത്തിട്ടും ഇവർ ചെയ്തില്ല. ആൻഡ് സ്റ്റിൽ ഇഫ് യു തിങ്ക് ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്, ദെൻ ഇറ്റ്സ് ഡെഫിനറ്റ്ലി യോഴ്സ്. സി, നിങ്ങൾ ഈ ടീമിനെ ലീഡ് ചെയ്യാൻ കേൾക്കുക, അല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വേറെ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ചു. എന്തായാലും ജോൺസിന്റെ ടീം കറക്റ്റ് സമയത്ത് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തുകൊണ്ട് കമ്പനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ആൻഡ് യുവർ ബ്ലഡി ജോബ്സ് ഗോട്ട് സേവ്ഡ്. പക്ഷേ ഇനി ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അണ്ടർഗോ എ 6 months ട്രെയിനിങ് ആൻഡ് ലേൺ ദ ന്യൂ ടെക്. അതെങ്കിലും ഇത് മര്യാദയ്ക്ക് ചെയ്യും. ചുമ്മാ മനസ്സിലാവും. സർ, അതവർ ചെയ്യും. പിന്നെ സർ, ഇവരൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എൻക്വയറി വരുമ്പോൾ സാർ ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ. കൊള്ളാം. അതെ, എനിക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കേസുള്ളൂ. പക്ഷെ ഇവരായതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ആദ്യ സമയം ഓഫീസിലും വരില്ല, വർക്കൊന്നും കംപ്ലീറ്റും അല്ല. ഇനി നിങ്ങൾ 6 മാസത്തെ ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഞങ്ങളെ പറഞ്ഞു വിടുവോ? എന്നാ ഞങ്ങളെ പറഞ്ഞു വിടറോ? എന്തു ചേച്ചി വെറുതെ ഇരിക്കുക ചേച്ചി. ഇതൊന്നും കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൻ ആരാണ് ഇവൻ? ഒന്ന് പോടോ. താൻ ആരെയാ പേടിപ്പിക്കാൻ നോക്കുന്നത്? യൂസ്ലെസ് ഫെല്ലോ. പോട്ടെ ചേച്ചി, പോയിട്ട് കുറെ പരിപാടി ഇട്ടു. കാണിച്ചു തരാം കേട്ടോ. I quit moment has come. Finally standing up for themselves. But what if some trouble happened there? എടാ മക്കളെ, ഇതിലെന്തോ ചതിയുണ്ട്. നിങ്ങളിത് ഇവിടെ എത്ര നേരം ഞങ്ങളെ വിളിക്കുന്നത്? എടോ, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം ഗ്രീൻ സോണിൽ പെട്ട സ്ഥലമാണ്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കൂല. നിങ്ങൾ ടർഫിൻ്റെ പണി നടക്കൂല. അല്ല, നിങ്ങൾ മൂപ്പർക്ക് ഇതിന് അഡ്വാൻസ് ഒന്നും കൊടുത്തില്ലല്ലോ അല്ലേ? ഹലോ ഹലോ, What have you guys done? Oh. Neoke Entepania Kaniche? You guys are fired. Neoke Entepania Kaniche? Oh.
I'm so glad that I'm going to be reacting to the 8th finale episode now. Okay. Shit happens. I'm really happy. Anyway, I think even if I had planned to react to just one episode today, I would have ended up reacting to the finale as well, because I definitely want to know what happens now. I mean, the luck cannot go worse than this. They don't have the job. They got scammed. All their savings and everything is gone. Gundas are after them. They are avoiding Douglas also. So they are in a mess. They are in a big mess. Both of them are in a big mess. And I'm really interested to see now what is going to happen. So let's react to the 8th episode also. Let me just look at the 8th episode as well. And then after that, I'm going to give my final thoughts on the series and overall on different aspects, what I thought about the series overall. Alright, let's start. I don't want to delay this because I want to know. Because of course Ratish is obviously going to be in the office, so it's not like he's taken the money and he's ran away. I don't know. Let's see what happens. Okay. നിങ്ങളത് നോക്ക്, അതിൽ കൃത്യമായിട്ട് എഴുതിൻ്റെ ഗ്രീൻ സോളിൽ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കൂല എന്നുള്ളത്. എടാ മക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം അന്വേഷിക്കണ്ടേ? എന്നിട്ട് ഒരു എഗ്രിമെന്റ് പോലെ ഇതിനുമ്പോൾ അഡ്വാൻസ് കൊണ്ടു കൊടുത്ത് എന്താ ഞങ്ങളോട് പറയണ്ടേ? ചേട്ടാ, ഒന്നും അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ടെർഫ് ഒന്ന് ഓണായ പകുതി പ്രശ്നങ്ങൾ തീരുമല്ലോ എന്ന് വെച്ചിട്ട് അന്വേഷിക്കാതെ ഇതിൽ പോയി തല വെച്ചത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേഗം മൂപ്പർ വിളിച്ചിട്ട് ഈ കാര്യം സംസാരിക്കും. എന്നിട്ട് ആ കൊടുത്ത പൈസ തിരിച്ചു ഞങ്ങളെ പരിപാടി വെക്കും. ഹലോ, ഞാനിങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എഗ്രിമെന്റ് ഒക്കെ റെഡി അല്ലേ? പെട്ടെന്ന് വേണം, എനിക്കിത് തീർത്തിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. സാർ, നമ്മൾ രജിസ്ട്രാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് സാറിന്റെ പ്രോപ്പർട്ടി ഗ്രീൻ സോണിൽ പെട്ട സ്ഥലമാണെന്ന്. അതെ, അതിനിപ്പോ എന്താ സാർ? നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുല്ലൊക്കെ പിടിപ്പിച്ച് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാനല്ലേ? സാർ, നമുക്കിതൊരു ടർഫ് തുടങ്ങാനാണ്. അപ്പൊ കൺസ്ട്രക്ഷൻ എന്തായാലും വരും. ആരെയും പറഞ്ഞ് പ്ലേ ഗ്രൗണ്ട് ആക്കാനാണ്. ഇപ്പൊ പറഞ്ഞ കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. ഇനി മാറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ സൈൻ ചെയ്തു തരാം. നിങ്ങൾ എന്താന്ന് വെച്ചേ സാർ, എന്ത് വേണേ ചെയ്തോന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൃഷി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പോയി കൃഷി ചെയ്യും. സാർ, കൃഷി ചെയ്യാനല്ല നമ്മൾ ആ സ്ഥലം ലീസിന് എടുക്കാനിരുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് ആദ്യം തുറന്നു പറയാനുള്ള ഒരു മര്യാദ കാണിക്കണം. നിങ്ങൾക്ക് വേണേ നിങ്ങൾ അന്വേഷിക്കണമായിരുന്നു. എന്റെ സ്ഥലം എടുക്കാൻ പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെ വന്നിട്ടില്ല. നിങ്ങളാണ് എന്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നത്. എന്നിട്ട് ഇപ്പൊ വാക്ക് മാറ്റി പറയുന്നു. പ്രശ്നമുള്ള ഒരു സ്ഥലം നമ്മുടെ തലയെ കെട്ടി വെച്ച് പറ്റിക്കാൻ നോക്കിയിട്ട് താങ്കളുടെ ന്യായം ഒന്നും പറയണ്ട. നമുക്ക് ആ സ്ഥലം വേണ്ട, മേടിച്ച് അഡ്വാൻസ് തിരിച്ചു തന്നേക്ക്. അതെ, നിന്നെയൊക്കെ ഞാൻ പറ്റിച്ചതാ. നിന്റെ ഒന്നും പൈസ തരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താന്ന് വെച്ചി? ഹലോ, കട്ട് ചെയ്ത് വിളിക്ക്. സ്വിച്ച് ഓഫ് ചെയ്ത ആള്. എടാ മക്കളെ, നിങ്ങൾ മൂപ്പർക്ക് പൈസ കൊടുത്തിന് എന്തെങ്കിലും റിസീപ്റ്റ് വാങ്ങിണ്ടോ എഴുതിട്ട്? ഇല്ല. അതും ഇല്ലേ? 10 ലക്ഷം റുപ്യ എഴുതി കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ട ഒരു കടലാസായിട്ട്. ഇനി മൂപ്പരോട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. നിങ്ങൾ ആ ചെങ്ങായില്ലേ, ഓനോട് മൂപ്പർ ഇപ്പൊ എവിടെ ഉണ്ടാവുന്നൊന്ന് വിളിച്ചു നോക്കി. ഹലോ, എടാ അയാൾ അവിടെ ഉണ്ടോ? ഇല്ലടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. സാർ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. സാറ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അയാൾ ഓഫീസിൽ വന്നിട്ടില്ലെന്ന്. എടാ, ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആർക്കും അറിഞ്ഞൂടാ സാർ എവിടെയാന്ന്. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അയാൾ നമ്മളെ പറ്റിച്ചത്. ആ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അവിടെ ടെർഫ് പണിയാനൊന്നും പറ്റൂല. അയാളുടെ വീടിന്റെ അഡ്രസ് വെക്ക്. എടാ, അയാളുടെ വീടിന്റെ അഡ്രസ് നിനക്കറിയോ? എനിക്ക് സാറിന്റെ വീട് അറിയാം. എന്നാ നീ അതൊന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്യ്. എന്നിട്ട് നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അയാൾ ഓഫീസിൽ വന്നാൽ നമ്മൾ അപ്പം തന്നെ വിളിച്ച് പറയണം. ഓക്കെ, ശരി, ഓക്കെ. അതെ, ഇനിയിപ്പോൾ അവിടെ പോയിട്ടേ നിങ്ങൾ കച്ചറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. മൂപ്പരോട് ഞാൻ ആദ്യം സംസാരിക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. അതെ, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. പെട്ടെന്ന് പോവാം. വാ. മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്, ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം അങ്ങോട്ട്. ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാകാൻ മോഹിച്ച് ചിമ്മിയപ്പോ ചിന്ത ഓഫീസ് കട്ടങ്ങിട്ടുണർന്ന് കമ്പ്യൂട്ടറും തുറന്ന് അനന്തമായ പണിയുമെടുത്ത് മനുഷ്യ ഇത് കോപ്പറേറ്റ്. തിടുക്കത്തിൽ വന്ന മെയിലുകളോ കണ്ടമാനം, മാനേജറോ കലിപ്പ്, ഭാരം കൂടി കഷ്ടപ്പാടും. പ്രമോഷൻ സ്വപ്നം കണ്ട് ഓടി ഞങ്ങൾ മുന്നിലോട്ട്, ലക്ഷ്യം തേടിക്കൊണ്ടി കൂട്ടം എന്ന് വീണ്ടും സ്കൂട്ട്. മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്. ശുഭരാത്രി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും വന്നില്ല, വെയിറ്റ് ചെയ്യാം. എടാ, ഇവിടെ കാത്തിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. മൂപ്പർ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഉറപ്പ്. നമുക്കേ ഒരു വക്കീലിനെ കണ്ട് ഇനി ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അന്വേഷിക്കാം. എൻ്റെ പരിചയത്തിൽ വക്കീലുണ്ട്, നിങ്ങൾ വരും, നമുക്ക് മൂപ്പരോട് ചോദിക്കാം.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ 10 ലക്ഷം രൂപ കൊടുത്തതിന് യാതൊരു തെളിവുകളും ഇല്ല. ലീഗലി മൂവ് ചെയ്യാൻ ഇതിന് പ്രതി സ്കോപ്പൊന്നുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് സംസാരിക്കാന്നുള്ളത്. സാർ പക്ഷെ പുള്ളി കാശ് തരില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ വിളിച്ചപ്പോഴല്ലേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. സാർ ഈ പൈസ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വാങ്ങി കൊടുക്കണം. മനോഹര, ഈ ക്യാഷ് തിരിച്ച് തരണോ വേണ്ടെന്നുള്ളത് അയാളുടെ ഡിസിഷനാണ്. പക്ഷേ ആ ഡിസിഷൻ നമുക്ക് ഫേവറാക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ആളായിട്ടും സംസാരിക്കട്ടെ. ആളുടെ പ്രതികരണം അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കാം. എന്ത്? സാർ ഞാൻ ആളുടെ നമ്പർ സാറിന് മെസ്സേജ് ചെയ്യാം. ശരി, ഓക്കെ. മനോഹര, എൻ്റെ ഫീസ് അതൊരു അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. Yes! See, this is what you call payoff. When you start the series with something, this is a good payoff of what was set up. കൂട്ടിക്കോളൂ, ഞാൻ നാളെ രാവിലെ ഒന്ന് കീ കളക്ട് ചെയ്തോളാം. മക്കളെ, നമുക്ക് വക്കീൽ പറഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മൂപ്പരെന്തായാലും അയാളൊന്ന് വിളിക്കണ്ടല്ലോ. ഞാനും എൻ്റെ വൈക്കൊന്ന് അന്വേഷിക്കാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് അല്ലേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. നാളെ കാണുന്നാൽ മുന്നോട്ട് പോട്ടെ. ഹലോ. എടാ അയാൾ ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ല. ഞാൻ വെയിറ്റ് ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? നീ വീട്ടിലേക്ക് പോര്. എന്താ പോയിട്ട് എന്താകാൻ? ഞാൻ നിങ്ങളെ രതീഷ് സാറിന് പരിചയപ്പെടുത്തി തരണ്ടായിരുന്നു. അതല്ലേ ഇത്രയും പ്രശ്നമായത്. എടാ നീ എന്ത് ചെയ്തിട്ടാ? ഞങ്ങളുടെ ഗതികേട് അല്ലാണ്ട് എന്ത് പറഞ്ഞു? It's a fault in our stars. Oh. ഇനി നമ്മൾ എന്താടാ ചെയ്യാ? എന്ത് ചെയ്യാൻ? നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. നമ്മളെപ്പോലെ ഗതി പിടിക്കാത്തമാര് ലോകത്ത് വേറെ ഇല്ല. എടാ നീ എന്താ കുടിച്ച് ചാവാൻ പോണോ? ചാവാനല്ല, ബോധം കെടാൻ. അതാകുമ്പോ ഒന്നും ആലോചിക്കണ്ടല്ലോ. അല്ലെങ്കിൽ നീ പറയണം, നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും പ്രശ്നത്തിലാ ചെന്ന് ചാടുന്നത്. എടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഇരുന്ന് കുടിച്ചാലും ശരിയാവോ? പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളല്ലോ. ആരെയും പറ്റിച്ചും ചതിച്ചും ഇന്നേ വരെ ഒന്നും ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടില്ല. സത്യസന്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മളെല്ലാരോട് ചേർന്ന് പറ്റിക്കുമല്ലേ. ആദ്യം ജോൺസ്, ഇപ്പൊ വേണ്ട ഇയാള്. നമ്മുടെ ജീവിതം നശിഞ്ഞടാ. എടാ നീ ഇങ്ങനെ ഒന്നും പറയല്ലേ. നാളെ ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം. വക്കീലൊന്ന് സംസാരിക്കട്ടെ. ഇത് മതിയായില്ലടാ സഞ്ജു. കുറെ നാളായല്ലോ നാളെ ശരിയാവും നാളെ ശരിയാവും എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഓരോ ദിവസം എല്ലാം നശിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. This is such a human, like, I love his acting over here, Jeevan. I can just feel the pain right now, like what he's going through and what you sort of feel when nothing is going your way. We all have those days. I could just feel it. You know, sometimes when I also used to think nothing is going your way, everything is just going against you. Let me go back a little. He's acting it so well. സത്യസന്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മളെല്ലാരോട് ചേർന്ന് പറ്റിക്കുമല്ലേ. ആദ്യം ജോൺസ്, ഇപ്പൊ വേണ്ട ഇയാള്. നമ്മുടെ ജീവിതം നശിഞ്ഞടാ. എടാ നീ ഇങ്ങനെ ഒന്നും പറയല്ലേ. നാളെ ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം. വക്കീലൊന്ന് സംസാരിക്കട്ടെ. ഇത് മതിയായില്ലടാ സഞ്ജു. കുറെ നാളായല്ലോ നാളെ ശരിയാവും നാളെ ശരിയാവും എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഓരോ ദിവസം എല്ലാം നശിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്നാലും അയാള് എൻ്റെ ബോസ്, അയാൾ ഇങ്ങനെ ചതിക്കും ഞാൻ വിചാരിച്ചില്ലടാ. അയാൾക്ക് നല്ല പണി കൊടുക്കണം, അയാളെ തല്ലണം. അയാളെ തല്ലിയാൽ മാത്രം പോരാ. അയാൾ നമ്മളോട് എന്താണോ ചെയ്തത് അത് തന്നെ അയാളോടും ചെയ്യണം. അയാൾ നമ്മളെ പറ്റിച്ച് നമ്മുടെ കാശ് തട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കാശ് നമ്മൾ തട്ടിപ്പറിക്കണം. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ നിൽക്കടാ നിന്റെ കൂടെ. എടാ നീ മിണ്ടായിരിക്കും. അതിനപ്പ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളതല്ല. ആ വക്കീല് പറഞ്ഞ നീ കേട്ടല്ലേ. എടാ കാശ് തരണം വേണ്ടെന്നുള്ള അയാളുടെ ഡിസിഷനാണ്. നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ കാശ് തരണ്ടെന്ന് വെച്ചാൽ നീ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ജീവിതം നശിഞ്ഞു പോകും. ശരി, ഞാൻ പോവാതിരിക്കാം. പക്ഷെ നീ എനിക്ക് ഉറപ്പ് തരണം നമുക്ക് ആ കാശ് തിരിച്ചു കിട്ടുമെന്ന്. പറ്റുമോ? ഇല്ല. നിനക്കും ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പിന്നെ നീ ഒന്നും നോക്കാനില്ല. നമ്മൾ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ കുത്തിന് പിടിച്ച് ആ കാശ് മേടിക്കും. നീ എന്തൊക്കെയാ പറയുന്നത്? അയാളുടെ വീട്ടിൽ പോയി കുത്തിന് പിടിച്ച് കാശ് മേടിച്ച് ഇത് എവിടെ പോയി നിൽക്കുന്ന നിനക്ക് വല്ല പിടിയുണ്ടോ? എനിക്കറിയില്ല. കുത്തിന് പിടിക്കാണ്ട് കാശ് കിട്ടിയാലോ? ഇത് ഞങ്ങളുടെ ഓഫീസിന്റെ താക്കോലാ. അയാളുടെ ക്യാബിൽ അയാളുടെ കമ്പ്യൂട്ടറിന്റെ താഴെ കബോർഡിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എടുക്കാടാ. ക്യാമറ ഉണ്ടോ?
അവിടെ ക്യാമറ ഒന്നുമില്ല. എടാ നീ ആവശ്യമില്ലാത്ത പറഞ്ഞവനെ പിരികേറ്റല്ലേ? എടാ നീ വെറുതെ ഇരിക്കും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കല്ലേ? എനിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഇവന് പേടിയാടാ, നമുക്ക് പോയി എടുക്കാം. നീയും പോകില്ല, ഇവനും പോകില്ല. എന്നാ നീ പറ, നമുക്ക് നമ്മുടെ കാശ് വേണം, എന്ത് ചെയ്യാൻ പറ്റും? എടാ ഒന്നും ചെയ്യാൻ പോയി മോഷ്ടിക്കാണോ വേണ്ടത്? അതിന് അയാളുടെ കാശ് മോഷ്ടിക്കാനല്ല നമ്മൾ പോകുന്നത്, അത് നമ്മുടെ കാശാ. കഴിഞ്ഞ 5 വർഷം ആ കമ്പനിയിൽ ആട്ടും തുപ്പും സഹിച്ച് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ നമ്മുടെ കാശ്. അതൊന്നും പോരാഞ്ഞിട്ട് ഇവന്റെ കയ്യിലിരുന്ന നമ്മുടെ കയ്യിലിരുന്ന എല്ലാം കൂടെ കൊണ്ട് പണയം വെച്ച് തൂത്തുവാരിയല്ലാണ്ട് അയാൾക്ക് കൊണ്ടു കൊടുത്തത്. ഇപ്പൊ ജോലിയില്ല, ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരോടല്ലേ ഇറക്കണം. അതുകൊണ്ട് ഇത് എടുക്കൊണ്ടൊരു കുഴപ്പമില്ല. നിന്നോട് മിണ്ടായിരിക്കാൻ ഞാൻ പറഞ്ഞു. അതിന്റെ ഒപ്പം നീ വെള്ളം അടിച്ചതിന്റെ പുറത്ത് എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ? ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നേ ആ കാശ് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനല്ല, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം, ഞാൻ പോകും. പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ ചെല്ല്, പോയി ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കി. പ്രശ്നം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊന്നും ഇവിടെ ആരും പറയണ്ട. നീ ഒരു ഒറ്റ ഒരുത്തം കാരണം എനിക്ക് എന്റെ ജോലി പോയി, കയറി കിടക്കാണ്ടായിരുന്നു വീട് പോയി. ഇപ്പൊ കുറെ പേര് എന്നെ തല്ലാനും കൊല്ലാനും നടക്കും. നിന്റെ കൂടെ കൂടിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉള്ളൂ, അല്ലായിരുന്നു ഞാൻ നേരത്തെ രക്ഷപ്പെട്ടവന്. എന്നാ നീ പോടാ, എന്റെ അടുത്ത് പോയി നീ രക്ഷപ്പെടും. എന്നിട്ട് കട്ടിട്ട് പോയി ജയിലിൽ കിടക്ക്. നിനക്ക് മേലും കീഴും നോക്കാനല്ലോ. നിനക്ക് നിന്റെ വീട്ടിലെ പുഴിഞ്ഞ തണ്ട മാത്രമല്ലേ ഉള്ളൂ. എന്റെ വീട്ടിലെ അവസ്ഥ അതല്ല. എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന 4-5 പേര് എന്റെ വീട്ടിലുണ്ട്. എനിക്ക് അവരെ പെരുവഴിയാക്കാൻ പറ്റില്ല. നീ പറഞ്ഞ ശരിയാ, എനിക്കാരുമില്ല, അപ്പൊ എനിക്ക് പോവാല്ലോ. എടാ എടാ ശ്യാമേ, പോടാ. Things said in anger are half the time, I mean, most of the time people don't mean it. Just comes out in anger. Stop the car. വണ്ടി പിടിച്ചോ. അത്യാവശ്യം മോശത്തുള്ള എല്ലാ ടൂൾസും ഇതിനകത്തുണ്ട്. പോക്കാം. അല്ല അപ്പൊ നീ വരുന്നില്ലേ? ആരും ഒന്നും സിഗ്നൽ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കാം. എന്നിട്ട് ആരും ഒന്ന് ഫോണിൽ വിളിക്കാം. അല്ല ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഓഫീസിൽ ലാൻഡ് ഫോൺ ഉണ്ട്. ഞാൻ എനിക്ക് മിസ് കോളാം. വണ്ടി മാറ്റി വെച്ചു. ആ കാര്യം ഞാൻ ഏറ്റു. എടാ വണ്ടി മാറ്റി വെക്കണം. Why is it drinking now? I really like the score in the 7th episode and this episode also. Oh! ഹലോ. ഹലോ. രാവിലെ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, അതാ അങ്ങനെയൊക്കെ പറഞ്ഞത്. തൻ്റെ ഒന്നും പൈസ എനിക്ക് വേണ്ട. ആണോ? താങ്ക് യു സർ. ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ എൻ്റെ ഓഫീസിൽ വരും. ഓൺ ദ വേയാ. അങ്ങോട്ട് വന്നാൽ കാശ് കൈയോടെ വാങ്ങിച്ചിട്ട് അങ്ങ് പോകും. Oh my god! Oh my god! Oh freaking hell! He'll not pick up. ഉപദേശി പോടാ. Talk about bad luck! Oh my god, oh my god, oh my god. Please let there be a good ending. ഞാൻ Oh, yes, come. അറിയാം പോലും മെഡൂസക്കകത്ത് കേറൂല. I don't know what to say. I don't know what to say. സ്ഥലത്തിന് ടോക്കൺ കൊടുത്തിട്ടാലോ? എടോ അത് നമ്മുടെ കൈ വിട്ട് പോകത്തില്ലടോ, ഞാനല്ലേ പറയുന്നത്. വാ. രതീഷ് സാർ. രതീഷ് അകത്തുണ്ട്. താൻ വന്നോ? എടോ രാവിലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലായിരുന്നു.
എന്നിട്ട് നിങ്ങൾക്ക് അന്നൊരു വാക്കിന്റെ പുറത്താണ് അങ്ങോട്ട് പോലും പോകാതെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വന്ന് സൈൻ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഉദ്ദേശിക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലാതാരും പറ്റിച്ച പൈസ ഒന്നും എനിക്ക് വേണ്ട. തന്റെ പൈസ ആണെങ്കിൽ അന്നേക്കാം. അല്ല കൂടുതലുള്ള ആൾ കൊണ്ട് വരുന്നുണ്ട്. ആ എന്നാ വാ. Oh no! അയ്യോ ഒന്നുമില്ല പേടിക്കണ്ട. അതെ അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ഇറങ്ങാറുള്ളത്. ഇപ്പൊ റെഡിയാവും അല്ലടാ? അല്ല സാർ, പെട്ടെന്ന് ടെൻഷൻ കാരണം പുള്ളി ബോധം കിട്ടി വീണതാ. ഇയാൾക്ക് ഞാനിപ്പോ പൈസ കൊടുക്കാന്ന് പറഞ്ഞാ അതിന്റെ ഇടയ്ക്ക് എന്തിനാണോ ടെൻഷൻ അടിച്ച് ബോധം കിട്ടെ? അല്ല അതിപ്പം മനുഷ്യന്റെ കാര്യമല്ലേ സാർ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. എടോ ശരിക്കും ഓക്കെ ആണോ? I almost got a heart attack. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഞാനിപ്പോ തലൂറ്റി വീണേ. ഇല്ല ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. ഞാൻ ഈ കാശൊന്നും ഓഫീസിൽ വെക്കാറില്ല, വേറെ സ്ഥലത്തായിരുന്നു. അതാ വൈകിയത്. എണ്ണി നോക്ക്. പിന്നെ രണ്ടിനോടും കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സഞ്ജു വെള്ളം എടുത്തോണ്ട് വരുവോ? വെള്ളം കൊണ്ടുപോടാ സഞ്ജു. അപ്പൊ മനസ്സിലായല്ലോ, ബിസിനസ് ആകുമ്പോഴേ കുറച്ച് എത്തിക്സ് ഒക്കെ വേണം. വാക്ക് മാറ്റി പറയാൻ നിൽക്കരുത്, നിലനിൽക്കൂല. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പേടിക്കണ്ട, അതിന് പറ്റിയ കുറേ സ്ഥലങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സമയം കിട്ടുമ്പോൾ പോയി നോക്ക്. പറ്റിയ ഏതെങ്കിലും ഓർമ്മ നമുക്ക് ഉറപ്പിക്കാം. ഇത് 10 ലക്ഷം ഉണ്ടല്ലോ? ഉണ്ട് സാർ. എങ്കിൽ വിട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ മിസ്റ്റർ കണ്ടത്തിൽ തൂറി, അയാൾ എനിക്ക് 3 പേജ് തെറിയ എനിക്ക് SMS ചെയ്ത്, അറിയോ? സാർ അവനെതിരെ ആക്ഷൻ ഒന്നും എടുക്കരുത്. നമ്മളുള്ള സ്നേഹത്തിന്റെ പുറത്ത് അന്നേരത്തെ ദേഷ്യത്തിന് അറിയാതെ അയച്ചതായിരിക്കും. ആക്ഷൻ ഒന്നും എടുക്കത്തില്ല. അയാളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെ തെറി പറയാൻ പറ്റൂ? അതിന്റെ പകുതി എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. സാരമില്ല, അതൊക്കെ വ്യക്തമായിട്ട് വായിച്ച് പഠിച്ചിട്ട് മന്ദന്റെ ആകുമ്പോൾ അയാൾക്ക് അത് ഓക്കെയാണ് സാർ. എങ്കിൽ വിട്ടോ. മറ്റവരുടെ ഏവൻ കണ്ടി വണ്ടി അവനവിടെ. എനിക്കെങ്ങനെ അറിയാം? എടാ വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ല. നീ വണ്ടി എടുക്ക്, വാ നോക്കാം. താക്കോല അവന്റെ വാ, ഇവിടെ കാണും, വാ. അപ്പൊ വെള്ളം കൊണ്ടുവാ. എൻ്റെ അപ്പ സഞ്ജുനോട് വെള്ളം തരാൻ പറയടാ. ഈ വീട്ടിൽ നിന്ന് വെള്ളം തരും. വീടത് എന്താ നീ കിടന്ന് കാണിക്കണ? വാള് കണ്ടൂടെ? ചേച്ചി വീട്ടിൽ വെള്ളം എടുത്തോണ്ട് വരുമോ? ഓരോരോ വള്ളികൾ ഇറങ്ങിക്കോളും. ഒരു വെള്ളം എടുത്തോണ്ട് വാടി. എന്താടാ പാമ്പാണാ? ആന്ന് പാമ്പ് നിന്റെ അച്ഛൻ. മോളുടെ അല്ല, അവന്റെ അച്ഛൻ. നാല് പേരും കൂടി വട്ടം ചേർന്ന് ഉണ്ടാക്കാൻ നിൽക്കാണോ? എന്താ അലമ്പാണല്ലോ? എന്നാ നീ കണ്ടിത്രാന്ന് കേട്ടിട്ടുണ്ട? ധൈര്യം അങ്ങനെ മേത്ത് കൈ വെച്ച് നോക്കണം. എന്താണ് പ്രശ്നമേ? നീക്കെന്താ മേത്തേ വെക്കണേ? ഇങ്ങോട്ട് വന്ന് എണീട്ടാ തല്ലു. നീയൊക്കെ ഏതാ? ഞാൻ തിരിച്ചാണോ നിനക്ക്? ആള് വെള്ളം അടിച്ചിട്ട് ഓവറായി പോയതാ, സോറി. ഒരു ട്രോളി എന്തെങ്കിലും കേട്ടോ കോരിട്ടോണ്ട് പോവാൻ. അന്നൊരു പെട്ടിയോട്ട് വിളിച്ചോളാം. അതെ, അപ്പിപ്പന്മാര്. ചേട്ടാ, ഇവന്മാരാ നമ്മുടെ ബൈക്ക് എവിടെ താഴട്ടെ. അതൊന്ന് ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചാലേ, നമ്മൾ നിങ്ങളുടെ കാശ് തരാൻ അങ്ങോട്ട് വന്നപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കാശ് മേടിക്കാൻ അങ്ങോട്ട് വന്ന് ഫ്ലാറ്റ് മാറി ആ പട്ടണമായിട്ട് വിഷയത്. അതെ, അയാൾക്കുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോടാ. പിന്നെ നമ്മുടെ ഗസ്റ്റിനോട് അപമാരി ചെയ്തിട്ട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ ആർക്കും അടി കിട്ടിയവരെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വീട്ടിൽ വന്ന് കാണണമെന്ന് പറയണേ. അപ്പൊ ആ പൈസയും കൊടുത്തേക്കല്ലേ, കുറച്ച് നാളെ കൈക്കൊണ്ട് കിടക്കുന്നത്, നേരിട്ട് കാണുമ്പോൾ തരാം. എത്ര ആയിരുന്നല്ലോ തരാനുണ്ടായിരുന്നു? 20,000 അല്ലേ? ഇത്ര ലേറ്റ് ആയതല്ലോ, ഒരു 25,000 രൂപ. പിന്നെ 25,000. ഇപ്പൊ ഒരു മിനിറ്റ് വന്ന് മേടിച്ചോ.
എന്നിട്ടാ ബാഗ് മൊത്തം കാശാണോ? ആ നിങ്ങൾക്ക് തരാനുള്ള കാശ് ബാഗ് നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ പോലെ എന്തിനാണ് ബാഗൊക്കെ ചോദിക്കണം? ബാഗ് എന്നിട്ട് പൊക്കോളാം. ഒരു വിഷയത്തിന് നമ്മളില്ല, കാശങ്ങ് തന്നേക്കാം. സ്കൂട്ടാക്ക അപ്പൊ നിങ്ങളാ റോട്ടി നല്ല പിടിച്ചിട്ട് Thank God. Thank God. അമ്മാരുടെ എന്താ വിഷയം? എന്താ? നമ്മുടെ ബാഗ് തട്ടി പറിക്കാൻ നോക്കി സാറേ. തടയിൽ നോക്കിയപ്പോ അടിയായി. ഒരു മിനിറ്റ് ശ്രീകുമാറേ, നമ്മുടെ വളവിൽ പമ്പിൽ കണ്ടി അയ്യോ കണ്ടി ഭാഗ്യം ശ്വാസമുണ്ട്. അടിച്ച് ഓഫാണ്. ഇയാളാരാ? ഇയാൾക്ക് എന്ത് പറ്റി? സാറേ ഇത് നമ്മുടെ ഫ്രണ്ടാ. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നപ്പ അടിച്ചപ്പോ ബോധം പോയതാ. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? സാറേ നമ്മളിതൊരു വീട്ടിൽ പോയായിരുന്നു. അപ്പോഴാണ് അവന്മാർ വന്ന് നമ്മുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കിയത്. ബാഗ് കൊടുക്കാഞ്ഞപ്പോൾ നമ്മൾ ഉപദ്രവിച്ചു സാറേ. അവരെനിക്ക് മനസ്സിലായി, ഞാൻ പൊക്കിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? സാറേ അവന്മാർ നമ്മളെ ബ്ലേഡൊക്കെ വെച്ച് വെട്ടി. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലീഡിങ് ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനൊരു വണ്ടി വിളിച്ചു തരാം. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഞാനൊന്ന് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എത്താം. എന്തൊരു അവസ്ഥയാണ് നമ്മുടെ. എന്ത് ചെയ്താലും പ്രശ്നമാണല്ലോ. ഹലോ, ഇതന്നെയല്ലേ കുറച്ചു നേരം മുന്നേ ഞാനും പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞ? പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, ധൈര്യമായിട്ട് അങ്ങോട്ട് നേരിടണമെന്നല്ലേ? എന്തായാലും കാര്യങ്ങളൊക്കെ ശരിയല്ലോ, പൈസ തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ കറക്റ്റ് സമയത്ത് ഞാൻ വന്നില്ലായിരുന്നു, കാണാൻ അകത്ത് പോയാനെ നീ. അല്ലേ, അങ്ങനെ പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകില്ല, നിന്നെ കൊണ്ടേ പോകും. അയ്യോ എന്നെ വെറുതെ വിട്ടേക്ക്. നീ എന്റെ കൂടെ കൂടി ആരും നശിക്കണ്ട, പോയി രക്ഷപ്പെട്ടോ. സോറി, സാറിന് ജയിലിൽ വരാൻ താല്പര്യമില്ലല്ലോ. സാറിന് നോക്കാൻ കുടുംബം ഉണ്ടല്ലോ. എനിക്കാകുമ്പോൾ ഒരു പുഴുങ്ങിയ തന്ത മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഞാനില്ലേ പിന്നെ കണ്ടില്ലേ. എന്തായാലും നല്ല ബെസ്റ്റ് ഐശ്വര്യം ഉള്ള വള്ളിയൊക്കെ പിടിച്ചിട്ട് കിടക്കുന്ന കിടപ്പ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നല്ല ഉറക്കുക. വാ പൊക്ക്. എന്റെ കൈ അവന്മാര് ബ്ലേഡ് കൊണ്ട് കീറിയടാ. they got hurt. അയ്യോ എന്ത് പറ്റി? അയ്യോ സോറി, തുടല്ലേ കീറി ഇരിക്കുക. പോകുന്ന വഴിക്ക് നമുക്ക് ചേട്ടൻ കുറച്ച് ചായ കുടിക്കാം. ഹോസ്പിറ്റലിൽ ചെന്ന മെഷീൻ ചായ സർബത്തും Ooh, I like this version. Good night. I
I really wanted to know if they opened the turf or not. ബോധം വന്നുണ്ട്. സഞ്ജു ആ ഡഗ്ലസ് ഏട്ടാ നമ്മളെല്ലാരും കൂടെ അവിടെ പോണ്. With even more troubles without direction of path, the voyage continues. Oh God! This music. Anu should have had more role. Let me stop this. Wow. Yes! Finally finished Scoot. Finally finished Scoot. Though I really like where they said at the end that with more troubles the voyage continues. So I think they will not give up. Of course, that they have to, open the turf. And I really like how it ended in the open-ended note where Ratish said that I have other lands where you can actually build the turf. So I think something is going to work out. They have lost their jobs, that is there. They cannot basically go back to their jobs. So that loop got closed. But the turf loop where they are now, of course, because they are free now, they can spend all their time basically building the turf and concentrating on that. And Douglas, but there's no other season coming up for Scoot now. So I think that has been left open-ended, that what Douglas is going to do with them. But I don't think Douglas is going to be a trouble to them. I think because Shyam knows him, so something will get sorted out. Something will get sorted out. He's literally helping them. I don't think they're gonna, Douglas is going to basically trouble them, because the voyage continues. The voyage continues. I loved it. Thank you so much. Thank you so much asking me to react to Scoot. I wish we get a spin-off with Douglas, because I absolutely love Anu, and he's my absolute favorite in fact all of them are. I love Jeevan. I love Krishna Chandran also. Arjun. Okay, fine. I love all of them. I love all of them. Sabrish was not there. He was there in that poster. I recognized Sabrish when, in this episode only, when Kiran was sitting and basically just got up when he was drunk and asking for water. That poster was there. Sabrish's photo was there, if I'm not wrong. So yes, what I really like particularly, let's talk about the acting. For me, I think all of them acted well, but the scene where Jeevan breaks down and tells about why we always get in trouble and this and that, I think that particular part really stood out for me. I loved Jeevan's acting over here. It was really nice. And from what I've realized is that any kind of role, like emotional, comedy, serious, really suits him. Like, his expressions are really good, because in Ulka, where he was playing the Don, I mean, he was so intimidating. I really liked him in that as well. So I think for me, Jeevan was complete standout. I really like the way Arjun has directed this entire series. There is a certain sense of simplicity in this. And I really liked how he has kept it simple and very realistic. Like, you do get into trouble like this, and there are issues where you have
you break down the breaking down, the taking of revenge, where they are literally getting trashed by those gunda. They actually got hurt. So these are very realistically shown, and I really like the direction that he has done for overall like setting up the context and then leaving it open-ended as well for us to make the guesses. So great job done by Arjun, the way he has directed this. I don't know who did the BGM. Let me just check. Shut down this. Wait. I really like the BGM, especially of the last 2 episodes. I really enjoyed the BGM there. The soundtrack is amazing. Let's see. Music V3K. BGM Sabir Mother. Really well done. Specifically for me, the BGM of the last 2 episodes were amazing, absolutely fantastic. Cinematography, production value is great, beautifully shot. I am really happy to see the night time scene, because this episode, particularly the last episode, was shot mostly in night. The entire tussle that has happened, very well shot, very well shot, very well lit up. I really like that. So yes, those were my thoughts. What did you think overall about this series? So basically for me, I think Scoot represents the generic struggle that what people like us go through if you want to start anything. I mean, the hustle is never ending basically, but what I really like that at the end of it also they said they want to open the turf, they want to start up a business. That determination is not gone. So that message I really liked, that you are going to face troubles, obstacles, no matter what, because that's the general way of life. Sometimes you feel at times that luck is running out and everything is going against you, but you have to move on and go on. I really like the determination factor that these two have for opening up the turf. This is something that they really want. So yes, a lot of loops got closed. Who is Douglas? We found out Ratish is actually a good guy. We found that out also. Then, and also super duper rich. Then what do you say? The dad, Anthony's dad, is basically a beep. So that's why we know why Anthony's nature is like that. So a lot of loops got closed, which I liked, and I really like the fact how they've kept it open-ended, where they will face troubles and still manage to open the turf. If they ever make a second season, I would like to see maybe they can go with the fact how they have opened the turf and how difficult it is to manage. That could be one thing, because we have seen how much trouble they have already gone through in getting the land and the loan and all of that. So the second season, if at all it happens in future, we could explore that particular part, that okay, they have set up the business, but how difficult it is always to run a business, talking to local authorities and this and that, everything. There could be so many factors that can be used. That could be a very interesting series as well. So yes, that was my reaction to the entire Scoot series. I loved watching it and sharing my thoughts with you guys. And yes, I'll start another series by Karakter very soon. I want to do a couple of reviews first and a couple of song reactions first, and then again I'll get back to Karakter. So yes, that was it, guys. I hope you had fun watching this series with me. Thank you so much once again for suggesting it to me, and I will see you on my next video. Bye bye.